നമസ്കാരം. രാഹുൽ ഗാന്ധി നമ്മുടെ ഭാരതത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇന്ന് ലഖ്നൌവിലുണ്ട്. ഉത്തർപ്രദേശിലെ ലഖ്നൌവിലുണ്ട്. അതിൻ്റെ കാരണം അവിടെ ഒരു കോടതിയിൽ അദ്ദേഹത്തിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ കേസ് പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കോടതിയുടെ ആവശ്യമനുസരിച്ച് നേരിട്ട് ഹാജരാകാനാണ്, അതായത് ലഖ്നൌവിലെ സുൽത്താൻപൂർ ജില്ലാ കോടതിയിൽ ആ കോടതിയുടെ MLA MP ബെഞ്ചാണ് രാഹുൽ ഗാന്ധിയോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതനുസരിച്ച് നേരിട്ട് ഹാജരാകാനാണ് അദ്ദേഹം ഇന്ന് കോടതിയിൽ ലഖ്നൌവിൽ എത്തിയിട്ടുള്ളത്. തീർച്ചയായും ഒരു മാനനഷ്ട കേസാണ്. 2018 ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. വിജയ് മിശ്ര എന്ന് പറയുന്ന ഒരു BJP പ്രവർത്തകനാണ് ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം രാഹുൽ ഗാന്ധി കർണാടകയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അന്നത്തെ BJP ദേശീയ അധ്യക്ഷനായ അദ്ദേഹം അന്ന് ആഭ്യന്തരമന്ത്രി പോലുമല്ല, അദ്ദേഹം BJPയുടെ ദേശീയ അധ്യക്ഷനായിരുന്നു. ദേശീയ അധ്യക്ഷനായ അമിത് ഷായെ അപമാനിച്ച് സംസാരിച്ചു. അദ്ദേഹത്തിനെതിരെ മാനനഷ്ടം വരുത്തുന്ന രീതിയിൽ സംസാരിച്ചു, പ്രസംഗം നടത്തി എന്നതാണ് ഈ പരാതിയിൽ പറയുന്നത്. അതായത് നമുക്കറിയാം, ഗുജറാത്ത് പോലീസ് അന്ന് നടത്തിയ ഒരു എൻകൗണ്ടറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അമിത് ഷാ ജയിലിലായതും അമിത് ഷായ്ക്കെതിരെ കേസ് ഫയൽ ചെയ്തതും. പക്ഷേ അദ്ദേഹം ആ കേസിൽ കുറ്റവിമുക്തനാവുകയാണ് ഉണ്ടായത്. കുറ്റവിമുക്തനായതിനു ശേഷമാണ് അദ്ദേഹം പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് എൻട്രി നടത്തിയത്. അതിനൊക്കെ ശേഷമാണ് BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതും പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനാകുന്നതുമൊക്കെ. കാര്യം വസ്തുതകൾ ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും അദ്ദേഹത്തെ ഇപ്പോഴും കൊലപാതകിയായി ചിത്രീകരിച്ചുകൊണ്ടാണ് അന്ന് രാഹുൽ ഗാന്ധി 2018 ഒരു പ്രസംഗം കർണാടകയിൽ നടത്തിയത്. ആ പ്രസംഗത്തെ അധികരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേസ് 2018 തന്നെ ഫയൽ ചെയ്തത്. ആ കേസിൽ നിരവധി തവണ രാഹുൽ ഗാന്ധിയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരിയിലും രാഹുൽ ഗാന്ധിയോട് നേരിട്ട് ഹാജരാകണം എന്നാവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ അദ്ദേഹം ഹാജരായില്ല. ഏറ്റവും ഒടുവിലായി കോടതി അന്ത്യശാസനം നൽകുമ്പോഴാണ് അദ്ദേഹം ഹാജരായിരിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധിയുടെ പേരിൽ മറ്റൊരു മാനനഷ്ട കേസ് കൂടി വന്നിരിക്കുന്നു. ആ കേസിൽ രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് ഹാജരാകേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് രാഹുൽ ഗാന്ധിക്ക് വലിയ ആശ്വാസം നൽകുന്ന രീതിയിൽ കർണാടക ഹൈക്കോടതി മറ്റൊരു മാനനഷ്ട കേസിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയത്. അതായത് കുറ്റവിമുക്തനാക്കുകയല്ല, വിചാരണ വേണ്ട, രാഹുൽ ഗാന്ധിക്കെതിരെ നടപടിയേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി അത് സ്റ്റേ ചെയ്യുന്നതും പിന്നീട് ഹൈക്കോടതി രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള കേസ് ക്വാഷ് ചെയ്യുന്നതും. അതായത് 2023 ആ സംഭവം നടക്കുന്നത്. 2023 കർണാടക തെരഞ്ഞെടുപ്പ് നടന്നത്. ആ കർണാടക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങളുടെ ഭാഗമായി രാഹുൽ ഗാന്ധി പത്രങ്ങളിൽ ഒരു പരസ്യം നൽകിയിരുന്നു. കറപ്ഷൻ റേറ്റ് കാർഡ് പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് BJP സർക്കാർ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വാങ്ങിയ കൈക്കൂലിയുടെ റേറ്റുകളാണ് പ്രസിദ്ധീകരിച്ചത്. ഇത് അടിസ്ഥാനമില്ലാത്തതാണ്, വസ്തുതകളുടെ അടിസ്ഥാനമില്ലാത്തതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർണാടകയിലെ BJPയുടെ സംസ്ഥാന ഘടകമാണ് ആ കേസ് നൽകിയത്. ആ കേസ് അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കർണാടക ഹൈക്കോടതി ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ആ കേസിൽ നിന്ന് മാറ്റിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ പേരിൽ എഴുതപ്പെട്ട ആ കേസ് ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നത്. അതോടുകൂടി വലിയൊരാശ്വാസം രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതാണ്. തൊട്ടു പിന്നാലെ ഇതാ ലഖ്നൌവിൽ നിന്നും ഒരു മാനനഷ്ട കേസ് കൂടി രാഹുൽ ഗാന്ധിയുടെ പേരിൽ ഫയൽ ചെയ്യപ്പെടുകയാണ്. നമുക്കറിയാം, 2019 തന്നെ മറ്റൊരു കേസ്, ആ കേസിൽ രാഹുൽ ഗാന്ധി കുടുങ്ങിയതാണ്. അന്നും 2018 തന്നെയാണ് ആ കോടതിയുടെ വിധി വന്നത്. സൂററ്റിലാണ് സൂററ്റ് കോടതിയിൽ നിന്നാണ് ആ കോടതി വിധി വരുന്നത്. അത് രാഹുൽ ഗാന്ധിക്ക് അങ്ങേയറ്റം വലിയ തിരിച്ചടിയായി മാറിയത് നമ്മൾ കണ്ടതാണ്. നരേന്ദ്രമോദി അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും കർണാടകയിൽ നടത്തിയ ഒരു പ്രസംഗം, ആ പ്രസംഗത്തിൽ മോദി വംശജരെ മുഴുവൻ അദ്ദേഹം അപമാനിച്ചു. എന്തുകൊണ്ടാണ് ഈ മോദി എന്ന് പേരുള്ള ഇങ്ങനെ കള്ളന്മാരും കൊള്ളക്കാരുമായി പോകുന്നത് എന്ന ഒരു ചോദ്യമാണ് അദ്ദേഹം പ്രസംഗത്തിൽ നടത്തിയത്. അതിന് എതിരെയാണ് മാനനഷ്ട കേസ് ഫയൽ ചെയ്യപ്പെട്ടത്. ആ കേസിലാണ് സൂററ്റ് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധിക്ക് 2 വർഷത്തെ ശിക്ഷ ലഭിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് ആ 2 വർഷത്തെ ശിക്ഷ ലഭിച്ചതോടുകൂടി MP സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കപ്പെടുന്നു. പിന്നീട് സുപ്രീം കോടതിയുടെ കാല് പിടിച്ചിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തിട്ടൊക്കെയാണ് ആ ശിക്ഷയിൽ നിന്നും ഇളവ് നേടിയത്. ആ ഇളവ് കൊടുക്കുമ്പോഴും സുപ്രീം കോടതി ഒരു വലിയ പരാമർശം നടത്തിയിരുന്നു. അതും രാഹുൽ ഗാന്ധിക്ക് എതിരാണ്. അതായത് രാഹുൽ ഗാന്ധി ഉത്തരവാദിത്വപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്നയാളാണ്, ഇത്തരം ഉത്തരവാദിത്വമില്ലാത്ത പ്രസ്താവനകൾ നടത്തരുത് എന്നൊരു വാർണിങ്ങോട് കൂടിയാണ് സുപ്രീം കോടതി അന്ന് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ ശിക്ഷയിൽ ഇളവ് കൊടുത്തത്. അതിനുശേഷമാണ് പിന്നീട് പാർലമെൻറ്റ് അംഗത്വമൊക്കെ തിരിച്ചു കിട്ടുന്നതും. എന്തായാലും ഇത്തരത്തിൽ പ്രസംഗങ്ങൾ നടത്തുക, പാർലമെൻറ്റിന് പുറത്ത് വലിയ രീതിയിൽ ആളുകളെ ആക്ഷേപിക്കുക, ഇതൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഒരു പൊതു സ്വഭാവമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ആരോപണം മുഴുവൻ
പാർലമെൻറ്റിനകത്ത് ഉന്നയിക്കുന്നത്. അങ്ങനെ ഉന്നയിച്ചു കഴിഞ്ഞാൽ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുമെന്നുള്ള രീതിയിലാണ്. പാർലമെൻറ്റിന് പുറത്ത് അദ്ദേഹം ഇങ്ങനെയുള്ള ആരോപണങ്ങളൊന്നും ഇപ്പോൾ ഉന്നയിക്കാറില്ല. എന്തായാലും നിരവധി മാനനഷ്ട കേസുകൾ രാജ്യമെമ്പാടും രാഹുൽ ഗാന്ധിയെ കാത്തു കിടപ്പുണ്ട്. അതിലൊരു കേസിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് വലിയൊരു ആശ്വാസം ലഭിച്ചത്. പക്ഷേ ആ ആശ്വാസത്തിന് ആയുസ്സില്ല. ഇന്നിപ്പോൾ ലക്നൗ കോടതി അദ്ദേഹത്തെ നേരിട്ട് ഹാജരാകാൻ പറഞ്ഞിരിക്കുകയുമാണ്. ആ കേസിൻ്റെ വിധി ഏത് രീതിയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും മാനനഷ്ട കേസുകൾ രാഹുൽ ഗാന്ധിയെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.